വായ്നാറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ. പുറത്ത് ഏതെങ്കിലും ഒരു ഫംഗ്ഷനിലോട്ട് പോകാൻ അല്ലെങ്കിൽ ആളുകളുമായിട്ട് ഇടപഴകാനൊക്കെ ഭയങ്കര മടിയാണ്. കാരണം ഈ ഒരു വായ്നാറ്റം കൊണ്ട് അവർക്ക് തന്നെ അവരുടെ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോവുക. കുറേ ബ്രഷ് ചെയ്ത് നോക്കി, 2, 3, 4 തവണയൊക്കെ പല്ല് തേച്ച് നോക്കി, എന്നിട്ടും ഈ ഒരു വായ്നാറ്റം എന്താണ് പോവാത്തത്, എന്താണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന് അറിയാത്ത കുറച്ച് പേരെങ്കിലും നമ്മുടെ ഇടയിൽ ഉണ്ടാവും അല്ലേ. എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. എന്താണ് വായ്നാറ്റം, എങ്ങനെ നമുക്കിത് ചില ഹോം റെമഡീസ് കൊണ്ട് മാറ്റിയെടുക്കാം, ഇനി ഏതൊക്കെ തരത്തിലുള്ള വായ്നാറ്റങ്ങളാണ് ഗൗരവപരമായിട്ട് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ടുള്ളത്, ഇനി ഭക്ഷണത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഇത് മാറ്റാനായിട്ട് പറ്റുമോ എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനേജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്. വായ്നാറ്റം അല്ലെങ്കിൽ ഹാലിറ്റോസിസ്, ഇത് വായിലുള്ള ഓറൽ ഹൈജീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമല്ല. പലരും വിചാരിക്കുക പല്ല് പ്രോപ്പറായിട്ട് തേച്ചില്ല അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പേഴ്സണൽ ഹൈജീൻ അതായത് ശുചിത്വം പ്രോപ്പർ അല്ലാത്തതുകൊണ്ട്, വായ പ്രോപ്പർ കഴുകാത്തതുകൊണ്ടാണ് ആ വായ്നാറ്റം വരുന്നത് എന്ന് പറഞ്ഞ് പലർക്കും തോന്നാറുണ്ട്. അത് അവരുമായിട്ട് ഇടപഴകുന്നവർക്കും അതേപോലെ തന്നെ അവരുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ലെവൽ കുറയുകയും, ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് പോവുക അതും അവർക്ക് വിഷമമാണ്, എന്തെങ്കിലും ഒരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിലും ഇത് അവരുടെ മൈൻഡിൽ പെട്ടെന്ന് സ്റ്റക്കാവും. അതുകൊണ്ട് അവർ മറ്റാളുകളുടെ നിന്നും സമ്പർക്കത്തിൽ നിന്നും ഒഴിവായി മാറി നിൽക്കുന്ന ഒരു അവസ്ഥ കണ്ടുവരാറുണ്ട്. ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്ന് നമുക്ക് നോക്കാം. ഈ വായ്നാറ്റം ഹാലിറ്റോസിസ് എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകും. അപ്പോൾ ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ഓറൽ ഹൈജീൻ തന്നെയാണ്. അതായത് നമ്മുടെ വായിലുള്ള ശുചിത്വം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. 2-3 പ്രാവശ്യമൊക്കെ ബ്രഷ് ചെയ്യുന്നവരുണ്ടാവും, പക്ഷേ നാവ് വടിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ചിലർക്ക് ഈ ഗംസ്, അതായത് മോനകളിൽ വീക്കം ഉണ്ടാവും. അപ്പോൾ ഈ വീക്കം പ്രോപ്പറായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ പല്ലിൽ കേടുണ്ടാവുക, അപ്പോൾ ഈ കേട്ടുപല്ലിൽ അവിടെ കുറേ ബാക്ടീരിയാസ് വളരാനായിട്ട് തുടങ്ങും. അത് ഒരു തരം ഫൗൾ സ്മെല്ല് വായിൽ നിന്ന് പുറത്ത് വിടാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ പല്ലിൻ്റെ പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി അതല്ല, ഈ മോനകൾക്കുള്ള ചെറിയ വീക്കം, ജിഞ്ചവൈറ്റിസ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനാണ് എന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ആവശ്യമാണ്. ഇതേപോലെ ഈ വായ്നാറ്റം വായുമായിട്ട് ബന്ധപ്പെടാതെ അടുത്തൊരു കാരണം വരുന്നതാണ് സൈനസൈറ്റിസ് എന്ന് പറയും. നമ്മുടെ വായു അറകൾ, നമ്മുടെ മുഖത്തിൽ ഈ പിരികത്തിൻ്റെ മുകളിൽ, അതേപോലെ തന്നെ ഈ ചീക്സ്, നമ്മുടെ കവിളിൻ്റെ അവിടെയൊക്കെ ആയിട്ട് വായു അറകളുണ്ട്. ഇത് നമ്മുടെ തലയോട്ടിയിൽ നമ്മുടെ മസ്തിഷ്കം ഉണ്ടല്ലോ, ബ്രെയിൻ, അപ്പോൾ അതിൻ്റെ വെയിറ്റ് കുറയ്ക്കാനായിട്ടും കൂടിയിട്ടാണ് ഈ ഒരു വായു അറകൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വായു അറകളിൽ ചിലർക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാവും, അതായത് നീർക്കെട്ട് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നീർക്കെട്ട് ഉണ്ടാവുന്ന ടൈമിൽ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ജലദോഷം ഉണ്ടാവുക, മൂക്കടപ്പ് എപ്പോഴും ഉണ്ടാവുക, തലവേദന ഈ ഒരു ഭാഗത്തും അവർ പ്രത്യേകം പറയും. ഈ സൈനസൈറ്റിസ് ഉള്ളവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ തൊട്ട് കഴിയുമ്പോൾ ഈ ഒരു ഭാഗം വേദന ഒരു പോയിൻ്റ് ഔട്ട് ചെയ്ത് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുക. അതേപോലെ തന്നെ മൂക്ക് എന്നും അടഞ്ഞ പോലെ മൂക്കിൽ നിന്നും ഡിസ്ചാർജ് മഞ്ഞ കളറിലും ഭയങ്കര ഫൗൾ സ്മെല്ലായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ സൈനസൈറ്റിസ് ഇൻഫെക്ഷൻ ഉള്ളവർ ചില സമയത്ത് പോസ്റ്റ് നേസൽ ഡ്രിപ്പിംഗ് ഉണ്ടാവും. അവർക്ക് മൂക്കിൻ്റെ ദ്വാരത്തിലൂടെ, അത് വായിലോട്ട് കണക്റ്റഡ് ആണല്ലോ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കഫം എപ്പോഴും ഇറങ്ങി വരുന്ന ഒരു പ്രകൃതം ഉണ്ടാവും. അപ്പോൾ ഈ കഫം നമ്മുടെ തൊണ്ടയിൽ നിന്നുകൊണ്ട് ബാക്ടീരിയ വളരാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് കാരണവും ചിലർക്ക് ഈ ഒരു വായ്നാറ്റം കണ്ടുവരാറുണ്ട്. മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഗർഡ് എന്ന് പറയും, അതായത് ഗ്യാസ്ട്രോ ഈസോഫേജൽ റിഫ്ലെക്സ് ഡിസോർഡർ. അതായത് നമ്മുടെ ദഹന പ്രക്രിയയിൽ വരുന്ന പ്രശ്നമാണിത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ചിലർക്ക് പുളിച്ച് തികട്ടുക. അപ്പോൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അവർക്ക് ഉടനെ തന്നെ പുളിച്ച് തികട്ടി അത് വായിലോട്ട് വരും, മുകളിലോട്ട് കയറി വരും. റീഫ്ലക്സ് ഡിസോർഡറാണ്. അപ്പോൾ ഇത് ഉള്ളവരിൽ, ഈ പ്രശ്നമുള്ളവരിലും ഈ വായ്നാറ്റം കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുവരാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വായ്നാറ്റത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ഈ GERD എന്ന് പറഞ്ഞ പുളിച്ച് തികട്ടലിനാണ്. അത് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വായ്നാറ്റം മാറുന്നതായിരിക്കും. മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈ മൗത്ത്, എപ്പോഴും വരണ്ടിരിക്കുക, പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാണ്ടിരിക്കുക. കാരണം വെള്ളം കുടിക്കാണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു തുപ്പലം അതിൻ്റെ കൺസിസ്റ്റൻസി കൂടും, തിക്നെസ് കൂടും. ഇത് നമ്മുടെ ബാക്ടീരിയ, ഓറൽ ബാക്ടീരിയ എന്തായാലും നമ്മുടെ വായും അതുപോലെ തന്നെ നമ്മുടെ ആമാശയം, വൻകുടൽ, ഇതിലൊക്കെ തന്നെ ബാക്ടീരിയാക്കളുണ്ട്. എന്നാൽ ഈ ബാക്ടീരിയാക്കളെ ഫ്ലഷ് ഔട്ട് ചെയ്യും. നമ്മുടെ വായിൽ നിന്നും ഈ ബാക്ടീരിയാക്കളിനെ, ചീത്ത ബാക്ടീരിയാക്കളിനെ കംപ്ലീറ്റ് അത് തള്ളിക്കളയാനായിട്ട് നമുക്ക് ഈ തുപ്പലം എന്ന് പറയുന്ന സലൈവ ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്ന ഒന്നാണ്. അപ്പോൾ ഡീഹൈഡ്രേഷൻ ആവുന്ന സമയത്ത്, നമ്മൾ നിർജ്ജലീകരണം എന്ന് പറയും, പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാത്ത സമയത്ത് ഈ ഒരു വായ്നാറ്റം കൂടുതൽ കണ്ടുവരാറുണ്ട്. നമ്മുടെ ദഹന പ്രക്രിയയുടെ
ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് ഈ ഓറൽ കാവിറ്റി അല്ലെങ്കിൽ ഈ വായയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും നമ്മുടെ ടോട്ടലായിട്ടുള്ള അന്നനാളം, ആമാശയം, വൻകുടൽ, ചെറുകുടൽ ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അതും വായ്നാറ്റമായിട്ടാണ് പുറത്തോട്ട് കണ്ടുവരിക. ചിലർക്ക് മലബന്ധം കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കാലമായിട്ട് മലം പ്രോപ്പറായിട്ട് വിസർജനം ഇല്ലാതിരിക്കുക, അങ്ങനെ പോകുന്നുണ്ടെങ്കിലും വളരെ ചെറിയ തോതിൽ മാത്രം പോവുക, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രം 2-3 ദിവസം കൂടുമ്പോൾ വളരെ മുറുകിയിട്ട് പോവുക, ഇങ്ങനത്തെ മലബന്ധം ഉള്ളവരിലും തീർച്ചയായിട്ടും വായ്നാറ്റം കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട്. ഈ സൈനസൈറ്റിസ് എന്ന് പറഞ്ഞുവല്ലോ, നമ്മൾ നീർക്കെട്ട് വരുന്നത് മുഖത്തിൻ്റെ ആ ഭാഗത്തിലൊക്കെ വായുറകളിൽ വരുന്ന നീർക്കെട്ട്, ഈ നീർക്കെട്ട് കൊണ്ടുവരുന്ന വായ്നാറ്റം നമുക്ക് ഒന്ന് ആവി പിടിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റീമിങ് എന്ന് പറയും, അതിലിത്തിരി മഞ്ഞളൊക്കെ ഇട്ട് നമ്മൾ ആവി പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നല്ല ഇഫക്റ്റീവാണ്. അതുപോലെ ചിലർക്ക് മൂക്കിൻ്റെ തണ്ട് വളവുണ്ടാവും, DNS എന്ന് പറയും, ഡീവിയേറ്റഡ് നേസൽ സിസ്റ്റം, അങ്ങനെയുള്ളവരിലും ഈ ഒരു കഫം ഫ്രീക്വൻ്റ് ആയിട്ട് തൊണ്ടയിലോട്ട് ഇറങ്ങി വരിക, ഈ കഫക്കെട്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് അത് ട്രീറ്റ് ചെയ്യാത്തത് കൊണ്ട് എന്നും ആ ഒരു തൊണ്ടയുടെ ഭാഗത്ത് എപ്പോഴും ആ ഒരു ബാക്ടീരിയയുടെ ഗ്രോത്ത് ഉണ്ടാവും. അത് വായ്നാറ്റത്തിന് ഒരു പ്രധാന കാരണമായിട്ട് മാറുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങളും വായ്നാറ്റത്തിന് കാരണമാകുന്നുണ്ട്. ഉള്ളി, അതേപോലെ തന്നെ വെളുത്തുള്ളി, ഇതിലൊക്കെ സൾഫർ കണ്ടൻറ്റ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മുടെ ബാക്ടീരിയകളുമായിട്ട് കലർന്നിട്ട് ഒരു തരം ഫൗൾ സ്മെല്ല് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ ഇപ്പോൾ വായ്നാറ്റം ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ വെളുത്തുള്ളിയുടെയും അതേപോലെ തന്നെ ഉള്ളിയുടെ അംശമൊക്കെ ഇത്തിരി കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. സൾഫർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം, മുട്ട, പാലിലും ചെറിയ തോതിൽ സൾഫർ അടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ഈ വായ്നാറ്റം കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. അതേപോലെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം റെമഡി എന്ന് പറയുന്നത് നമ്മൾ ഈ ഗ്രാമ്പ്, ഏലക്ക, ഇതൊക്കെ നമ്മൾ ചവയ്ക്കാറുണ്ട്. ചിലരെങ്കിലും അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട് അത് ചെയ്യാറുണ്ട്. പക്ഷെ അത് ഒരു പരിധി വരെ ആ ഒരു ടൈമിന് കുറച്ച് നേരത്തേക്ക് റിലീഫ് ഉണ്ടാവും. വായ്നാറ്റത്തിന് കംപ്ലീറ്റ് ആയിട്ടൊരു ക്യൂർ എന്നല്ല, എന്നാൽ താൽക്കാലികമായിട്ട് ആ ഒരു സ്മെല്ല് മാസ്ക് ചെയ്യാണ് ചെയ്യുക. അതായത് വായ്നാറ്റത്തിന് പകരം ഇതിൻ്റെ ഒരു സ്മെല്ല് വരും. അപ്പം അങ്ങനെ ചിലർ ചെയ്യാറുണ്ട്. അതും ഇഫക്റ്റീവാണ്, ഒരു താൽക്കാലികമായിട്ടുള്ള ശമനം എന്നൊക്കെ പറയാം. റെഗുലറായിട്ട് നിങ്ങൾ ഓയിൽ പുള്ളിങ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഇഫക്റ്റീവ് ആയിരിക്കും. ഈ ഓയിൽ പുള്ളിങ് എന്ന് പറയുന്നത് രാവിലെ എണീറ്റ ഉടനെ വായിൽ കുറച്ച് വെളിച്ചെണ്ണ വായിൽ വെച്ചിട്ട് നന്നായി കവിള് കൊള്ളാം. അത് കൊണ്ടതിന് ശേഷം അത് കഴിക്കാൻ പാടില്ല, കാരണം അതിൽ ഫുള്ള് ബാക്ടീരിയകളായിരിക്കും, അത് തുപ്പിക്കളയുക. ഇങ്ങനെ റെഗുലറായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വായിലുള്ള ആ ഒരു ഓറൽ കാവിറ്റിയിലുള്ള ചീത്ത ബാക്ടീരിയകൾ അത് പോവാനും നല്ല ബാക്ടീരിയകളുടെ ഗ്രോത്ത് വളരെയധികം കൂട്ടാനും, ഇനി അസിഡിറ്റി ഇതുപോലെ ആമാശയത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്കും ഇത് വളരെയധികം ഇഫക്റ്റീവാണ് ഈ ഒരു ഓയിൽ പുള്ളിങ് എന്ന് പറയുന്നത്. ഇത് വെളിച്ചെണ്ണയും എടുക്കാം, അതേപോലെ തന്നെ നല്ലെണ്ണ, ഇത് രണ്ടും തന്നെ നല്ല ഇഫക്റ്റീവാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടാവുന്ന ഒരു ടിപ്പാണ് അത്. ചിലരെങ്കിലും വായ്നാറ്റം പോവാനായിട്ട് മൗത്ത് വാഷ് ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രകൃതമുണ്ട്. ഈ മൗത്ത് വാഷ് ശരിക്കും ഇഫക്റ്റീവ് ആണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. മൗത്ത് വാഷ് ശരിക്കും അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്യൂർ അല്ല. ഇതും ആ ഒരു ഇതിനെ മറച്ചു വെക്കണം, ആ വായ്നാറ്റത്തിന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു സ്മെല്ല് ഉണ്ടാക്കുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ ക്രാമ്പു അതേപോലെ പെരിജീരകമൊക്കെ ജസ്റ്റ് വായിലയിലേക്ക് ജസ്റ്റ് ഒന്ന് ചവയ്ക്കുമല്ലോ, അതിൻ്റെ അതേ ഒരു ഇഫക്റ്റ് കിട്ടുന്നത് തന്നെയാണ്. പക്ഷെ അത് നാച്ചുറലാണ്. ഈ മൗത്ത് വാഷിലാണെങ്കിൽ ചില കെമിക്കൽസ് ഉണ്ടാവും, അത് പിന്നെയും ഒന്നുകൂടി വഷളാവത്തേ ഉള്ളൂ. കാരണം മറ്റത് നാച്ചുറൽ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ചില സമയങ്ങളിൽ നമ്മുടെ ബാക്ടീരിയകളുടെ ആ ഒരു ഇംബാലൻസ് ഉണ്ടാവും. സിംബയോസിസ് എന്ന് പറയും. നമ്മുടെ ഗുഡ് ബാക്ടീരിയ അതേപോലെ തന്നെ ബാഡ് ബാക്ടീരിയ, നമ്മുടെ വൻകുടലിലും അതേപോലെ തന്നെ നമ്മുടെ ആമാശയത്തിലും നമ്മുടെ ഓറൽ കാവിറ്റി, വായിലൊക്കെ ഈ ഒരു നല്ല ബാക്ടീരിയ ചീത്ത ബാക്ടീരിയയുടെ ഒരു കോമ്പോസിഷൻ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു സന്തുലിതാവസ്ഥയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അത് ഒന്നുകൂടി നമ്മുടെ ദഹനത്തിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ കഴിവതും മൗത്ത് വാഷ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഓയിൽ പുള്ളിങ് എന്ന് പറയുന്നത് ഒരിക്കലും ബ്രഷിങ്ങിന്, അതായത് പല്ല് തേക്കുന്നതിന് പകരമായിട്ടല്ല. ഇത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് റെഗുലറായിട്ട് തന്നെ നിങ്ങൾക്ക് പല്ല് തേക്കാവുന്നതാണ്. അപ്പോൾ പല്ല് തേക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒപ്പം തന്നെ നാവ് 2 തവണ രാവിലെയും രാത്രിയും നാവ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. കാരണം ചിലർക്കെങ്കിലും നാവിൻ്റെ പുറമെയുള്ള ഭാഗത്തിൽ ബാക്ക് സൈഡിലൊക്കെ നല്ല വെളുത്തതായിട്ടുള്ള സ്റ്റെയിനിങ് ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോട് കൂടെ കലർന്നിട്ട് ഒരു തരം ബാഡ് സ്മെല്ല് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഈ വായ്നാറ്റം ശരിക്കും ഒരു സീരിയസ് ആയിട്ടുള്ള കൺസേൺ ആണോ? നമ്മൾ പറഞ്ഞു സെൽഫ് കോൺഫിഡൻസ് കുറയുന്നു, മറ്റുള്ളവരായിട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇത് ഒരാളെ മാത്രം സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പം മറ്റ് ഷുഗറും കൊളസ്ട്രോളും കാര്യങ്ങൾ പോലെയല്ല, ഇത് പുറത്ത് പറയാനും ചിലർക്ക് നാണക്കേടായിരിക്കും. അപ്പോൾ
അതുകൊണ്ട് തന്നെ ചിലർ എല്ലാ സമയത്തും ക്രാമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഈ ഒരു ടിപ്പുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഈ വായ്നാറ്റം എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത്, ഒരു സീരിയസ് കൺസേൺ ആക്കിയിട്ട് വെക്കേണ്ടത് എന്ന് വെച്ചാൽ പലതരത്തിലുള്ള സ്മെല്ല് വായിൽ നിന്നും വരും. അപ്പോൾ അതിൽ പറയുന്നത് നമ്മുടെ കരളും അതേപോലെ തന്നെ കിഡ്നിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കരളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ ഫീറ്റർ ഹെപ്പാറ്റിക്കസ് എന്ന് പറയും. അതായത് ഭയങ്കരമായിട്ട് ഒരു ചീഞ്ഞ നാറ്റമായിട്ട് വായിൽ നിന്നും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ചീഞ്ഞ മുട്ടയുടെ നാറ്റം അങ്ങനത്തെ ടൈപ്പിലൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിവർ കരൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നതിൻ്റെ അടയാളമാണ്. അത് ആക്ച്വലി ലാസ്റ്റ് ഘട്ടമായിട്ടാണ്. നമ്മൾ ലിവർ സിറോസിസ് എന്ന് പറയും. ഫാറ്റി ലിവർ ഉള്ളവർ അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ ഇൻടേക്ക് ഒരുപാട് എടുക്കുന്നവരിലൊക്കെ കൂടുതലായിട്ടും ഈ സിറോസിസ് കണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ സിറോസിസ് ഈ ഫൈനൽ സ്റ്റേജിൽ എത്തുന്ന സമയത്ത് കരൾ കംപ്ലീറ്റ് നശിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ ഫീറ്റർ ഹെപ്പാറ്റിക്കസ് എന്ന് പറയുന്ന ഈ ഒരു ചീഞ്ഞമുട്ടയുടെ നാറ്റം, അല്ലെങ്കിൽ ഒട്ടും അസഹനീയമായിട്ടുള്ള വായ്നാറ്റം പുറത്തോട്ട് വരുന്നത്. തീർച്ചയായിട്ടും അത് നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഫർദർ സ്കാനിങ് ഇൻവെസ്റ്റിഗേഷനോ ചെയ്ത് നിങ്ങളുടെ കരളിനെ സംരക്ഷിക്കേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. അതേപോലെ തന്നെ കിഡ്നിയുടെ ഫംഗ്ഷനിങ് പ്രോപ്പർ അല്ലാതാവും. അതായത് കിഡ്നിയുടെ ഫൈനൽ സ്റ്റേജ് നമ്മൾ പറയും എൻഡ് സ്റ്റേജ് എന്നൊക്കെ പറയുന്ന പോലെ യുറീമിയ എന്ന് പറയും. യുറീമിയ എന്ന് പറയുന്നത് നമ്മുടെ വൃക്കകൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതാവുന്ന സമയത്ത് നമ്മുടെ വായിൽ അമോണിയയുടെ അംശം, അമോണിയ ബ്രീത്ത് എന്നാണ് പറയുക, ഒരു അമോണിയയുടെ സ്മെല്ലാണ് അതിൽ വരിക. അതൊരു മീനിൻ്റെ പോലത്തെ ഒരു ഫിഷി ഓർഡറൊക്കെ ആയിട്ടാണ് പറയുക. മീനിൻ്റെ സ്മെല്ല്, അല്ലെങ്കിൽ നമ്മൾ ബീച്ചിലൊക്കെ പോകുന്ന ഒരു തരം സ്മെല്ല് കിട്ടുമല്ലോ. അപ്പോൾ ആ രീതിക്കുള്ള സ്മെല്ലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൃക്കകൾക്ക് പ്രശ്നമുണ്ടെന്ന് നിങ്ങൾ കണക്കാക്കി അതിനും പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ യുറീമിയ എന്നുള്ള കണ്ടീഷനിൽ ഇതുപോലെ മീനിൻ്റെ ഒരു മണം പോലുള്ളത് വായിൽ വരും. ലിവറിൻ്റെ കണ്ടീഷനിൽ നമ്മൾ കരളിൻ്റെ നോക്കുകയാണെങ്കിൽ ഫീറ്റർ ഹെപ്പാറ്റിക്കസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചീഞ്ഞതായിട്ടുള്ള സ്മെല്ല് വരാനുള്ള സാധ്യത കൂടുതലാണ്. ചിലർക്ക് വായിൽ നിന്നും ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ല് കണ്ടുവരാറുണ്ട്. അപ്പോൾ വായ്നാറ്റം വന്നു കഴിഞ്ഞാലല്ലേ പ്രശ്നം. എങ്കിൽ എനിക്ക് വായിൽ വരുന്നത് സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലാണല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ഫ്രൂട്ടി സ്മെല്ല് വരുന്നത് കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈ പ്രമേഹം കൺട്രോൾ വിട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നൊക്കെ പറയാം, കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ഈ കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്നത്. അതും എമർജൻസി ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ ഇതേപോലെ ഫ്രൂട്ടി സ്മെല്ല്, അതായത് ഫ്രൂട്ടി സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഒരു സ്വീറ്റായിട്ട് പഴങ്ങളുടെയൊക്കെ സ്മെല്ല് പോലുള്ളത്, ചിലർ കീറ്റോ ഡയറ്റ് എടുക്കുന്നവരുണ്ട്. കീറ്റോ ഡയറ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് നമ്മൾ കാർബ് അവോയ്ഡ് ചെയ്തിട്ട് ഫാറ്റും പ്രോട്ടീനും ഒക്കെ കഴിക്കുന്നതാണ്. അപ്പോൾ കാർബ്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട ഊർജ്ജം എടുക്കുന്നത് ഈ ഒരു കൊഴുപ്പ് ഫാറ്റിൽ നിന്നായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ഫാറ്റിൻ്റെ അബ്സോർപ്ഷനും ഡൈജഷനും ഒക്കെ ഉള്ളത് കൊണ്ട് ഇത് സ്വീറ്റ് ആയിട്ടുള്ള ഒരു മണമാണ് വായിൽ നിന്നും വരുന്നുണ്ടാവുക. അതേപോലെ നൊയമ്പ് എടുക്കുന്നവർക്ക്, ഫാസ്റ്റിംഗ് എടുക്കുന്നവർക്കും, നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലെ എടുക്കുന്നവർക്കും ഇതുപോലെ സ്വീറ്റ് സ്മെല്ല് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇനി മുതൽ വായ്നാറ്റം എന്ന് പറയുന്നത് ഓറൽ ഹൈജീൻ, വായയുടെ മാത്രം ഒരു പ്രശ്നമല്ല, അതിന് പല കാരണങ്ങളുണ്ട്. അതിനനുസരിച്ച് മെഡിക്കേഷൻസും ഡിഫറെൻ്റ് ആവും. കാരണം ഇപ്പോൾ സൈനസൈറ്റിസിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകളായിരിക്കും തരുന്നുണ്ടാവുക. ചിലർക്ക് പൾസറ്റില്ല, ക്രിയോസോട്ടം, ബെല്ലഡോണ, അങ്ങനെ പല മെഡിസിൻസും ആവശ്യം വരാറുണ്ട്. അത് അവരുടെ കാരണം എന്തെന്ന് കണ്ടെത്തിയായിരിക്കും നമ്മൾ ചികിത്സ തരുന്നുണ്ടാവുക. അപ്പം നിങ്ങളും വായ്നാറ്റത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് സഫർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള ഈ ഒരു വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനേജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്.